നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. 2 ദിവ്യ ഇലകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് കൂവളയിലയാണ്. രണ്ടാമത്തേതായ ഇല തുളസിയിലയാകുന്നു. ഈ 2 ഇലകളിൽ ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരില തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവ്യ ഇലയായ കൂവളയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള അലച്ചിലുകൾ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും യാത്രകളാലോ മറ്റു കാര്യങ്ങളാലോ അലച്ചിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്. തീരുമാനങ്ങളിൽ ഗുണകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എടുക്കുന്ന തീരുമാനങ്ങളാൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽപരമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കലാമേഖലകളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, ധനപരമായ ഉയർച്ചകൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. ചിലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. സുഖഭോഗങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിൽ ലഭിക്കുകയോ അഥവാ തൊഴിൽ മാറുകയോ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകേണ്ടത് അനിവാര്യം തന്നെയാണ്. ധനപരമായ ചില പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ അനുകൂലമാകുന്ന രീതിയിൽ വന്ന് ഭവിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയരുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സമയത്ത് പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കണം എന്നില്ല. അത് മനസ്സിനെ വളരെയധികം അസ്വസ്ഥമാക്കി എന്ന് വരാം. വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അപ്രതീക്ഷിതമായി ചില വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. കൂടാതെ ചിട്ടിയുമായി ബന്ധപ്പെട്ടോ ലോണുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും അപകട സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും തീരുമാനങ്ങളാൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം ഭഗവാനെ ആരാധിക്കുകയും ധാര നടത്തി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായി തീരും. രണ്ടാമത്തെ ഇലയായ തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശുഭകരമായ പല കാര്യങ്ങളും
ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. തൊഴിൽപരമായ ഉയർച്ച, അനുകൂലമായ കാര്യങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ശ്രദ്ധയോടെ നീങ്ങുക. ഭാഗ്യം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വ്യഗ്രത അത് അബദ്ധങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യം ഓർക്കണം. ചില തിരിച്ചടികൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മാത്രമേ മുൻപോട്ട് പോകുവാൻ പാടൂ. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ഗുണകരമായ മാറ്റങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അടുക്കും ചിട്ടയും പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും കലാമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രശസ്തി, ധനപരമായ നേട്ടങ്ങൾ, അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീർന്നു എന്ന് വരാം. സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ആശ്വാസം പകരുന്നതായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ അപവാദങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ, പലവിധ സഹായങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും. യാത്ര അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദുരിതപൂർണമായ ചില അവസ്ഥകളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തീരുമാനങ്ങൾ എടുക്കുകയും അത് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വ്യഗ്രത നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾക്കുള്ള കാരണമായി തീരാം. അതായത് പെട്ടെന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക.